وعلى آله وصحبه الموفين بالعهود والوفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يضلل فلن تجد له وليا مرشدا صدق الله مولانا العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ദീനീ സ്നേഹികളെ, ഇതര മതാനുയായികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മുടെ ഈ സംഘം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാരഥന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, ബഹുമാന്യരായ ശൈഖുനായുടെയൊക്കെ മദദും പൊരുത്തവും തിരുനോട്ടവും ഒക്കെയുള്ള സദസ്സാക്കി അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ ഹലാലായ മുറാദുകളും മഹാരഥന്മാരായ ഔലിയാക്കളുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സ ഹാസിലാക്കി തരുമാറാവട്ടെ. ഈ മഹല്ലുകാർക്കും ഇതര നാടുകളിലും ഉസ്താദ് മഅരിഫത്തിന്റെ വിജ്ഞാനങ്ങളൊക്കെ കൈമാറി ആ വിജ്ഞാനങ്ങളൊക്കെ കേട്ട കാതുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അവർക്കൊന്നും മൈക്ക് കിട്ടിയാൽ മതി, അത് ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും 10 അവർ ചെയ്യേണ്ട കൃത്യമായ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, അത് കൃത്യമായി അവർ നിർവഹിക്കും. അതിനുള്ള വലിയ കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ സാധുക്കളല്ലേ, പാവങ്ങളല്ലേ, ഇവിടെ വന്ന് പങ്കെടുക്കുക എന്ന് പറയുന്നത് പോലും വല്ലാത്തൊരു സന്തോഷം. ഞാനെന്ന് ഇവിടെ അങ്ങനെ എത്താൻ നേരത്ത് ഒരു ഹദീസ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അൽ മൗതു ജിസ്റുൻ തൂസിലുൽ ഹബീബ ഇലൽ ഹബീബ് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അൽ മൗതു ജിസ്റുൻ, മരണം എന്ന് പറയുന്നത് അതൊരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ്. തൂസിലുൽ ഹബീബ ഇലൽ ഹബീബ്, പ്രണയിച്ച വ്യക്തിക്കും പ്രണയിനിക്കും തമ്മിൽ, രണ്ട് പ്രണയിനികൾ തമ്മിൽ കണ്ടുമുട്ടുവാനുള്ള, കൂടിച്ചേരുവാനുള്ള ഒരു പാലമാണ്, ഒരു വസീലയാണ് മരണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരണത്തെ അങ്ങനെയാണ് കാണുന്നത്. മരണം എന്ന് പറയുന്നത് അന്ന് മണിയറയിൽ മധുവിധു ആഘോഷിക്കുവാനുള്ള ഒരു ബ്രിഡ്ജാണ്, ഒരു പാലം. ആ ഒരു അവസ്ഥയിലേക്ക് മരണത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. യാഹു ഹാജി എന്ന് പറയുന്ന തിരൂര് സ്വദേശിയായ ആലിങ്ങൽ വടക്കേ മഹലിൽ താമസിക്കുന്ന എൻ്റെ മഹലിലെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. വ്യക്തിപരമായി കൂടുതൽ പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി മീൻ വാങ്ങാൻ വേണ്ടി സൂഖിൽ, അങ്ങാടിയിൽ അദ്ദേഹം വന്നിരുന്നു, ഞങ്ങളത് കണ്ടിരുന്നു എന്ന് കൂട്ടുകാർ പറയുകയുണ്ടായി. എന്താ, എപ്പോഴും മരണം വരാനർത്ഥം? മരണം ഏത് സമയത്തും നമ്മെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം അടുത്ത് മരണം നമ്മുടെ കൂടെ തന്നെയുണ്ട്. മേരെ മുജ്മേ കുച്ച് ഭീ നഹീ, ജോ കുച്ച് ഹേ തോ തേരാ ഹേ, കഫൻ മേ ജേബ് നഹീ, ഖബർ മേ അലമാരി നഹീ. പടച്ചോനെ, എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ അടുക്കൽ ഒരു സമ്പത്തോ മുതലോ എൻ്റെ കയ്യിലില്ല. എനിക്ക് നീ നൽകിയത് എന്തൊക്കെയുണ്ടോ, ജോ കുച്ച് ഹേ തോ തേരാ ഹേ, ഒക്കെ പടച്ചോനെ നിന്റെതാണ്. കഫൻ മേ ജേബ് നഹീ, കഫൻ പുടയിൽ നീ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ വെക്കാനുള്ള ജേബ് നഹീ. അവിടെ കീശല്ലല്ലോ, കഫൻ പുടയിൽ കീശല്ല. ഖബർ മേ അലമാരി നഹീ, നിന്നെ കൊണ്ടുപോയി വെക്കുന്ന 6 അടി മണ്ണിൽ നീ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ
കൂട്ടിവെക്കാൻ സൂക്ഷിച്ചു വെക്കാനുള്ള അലമാറയും ഖബറിലില്ല. നമ്മൾക്കൊന്നുമില്ല. അലിയാർ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു കുട്ടി പ്രസവിക്കുമ്പോ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാ വരിക. ഒരു കുട്ടി പ്രസവിച്ച് പുറത്തേക്ക് വരുമ്പോ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാ വരുന്നത്. എന്തേ? ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലുള്ള താല്പര്യം എന്താണെന്ന് അലിയാർ തങ്ങൾ പറയാ, ഈ ദുനിയാവ് മുഴുവനും എനിക്ക് വെട്ടിപ്പിടിക്കണം, എനിക്ക് ഒരുമിച്ച് കൂട്ടണം. എന്നാ മരിക്കണ സമയത്ത് കയ്യൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അലാ ഫൻദുറൂനി ബിലാ ഖറജ്തു ബിലാ ശൈഇ, ഞാൻ ഒരുമിച്ച് കൂട്ടിയ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും ഇതാ ഞാൻ ഈ ദുനിയാവിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. എന്റെ കൈകൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് 6 അടി മണ്ണിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നത് എന്ന സന്ദേശമാണ് ഒരു മരിച്ച മയ്യത്ത് കൈയിങ്ങനെ നിവർത്തി പിടിക്കുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മളിതൊന്നുമില്ല എന്നർത്ഥം, ശൂന്യമാണ്. അപ്പോ മരിക്കുന്ന നേരത്ത് ആ മരണത്തെ നല്ല രീതിയിലാക്കി തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ മരണം എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയോ ഒരു സംഭവമാണ്, അത് ഭയങ്കര വേദനയുള്ള സംഗതിയാണ്, വേദനക്കുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതോ അൽ മൗതു ജിസ്റുൻ തൂസിൽ ഹബീബ ഇലൽ ഹബീബ് എന്ന് പറഞ്ഞതോ, പ്രണയിച്ച 2 ആളുകൾക്ക് സംഗമിക്കുവാനുള്ള അല്ലെങ്കിൽ കാണാനുള്ള ഒരു മാധ്യമമാണ്, ഒരു മേഖലയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയാണ് മരണം എന്ന് പറയുമ്പോൾ അങ്ങനെ മരണമാക്കി തീർക്കണ്ടേ നമ്മള്? ബഹുമാന്യരായ KMK ഉസ്താദിനെ പോലെ, അവിടെയുള്ള പിന്നീട് ഉസ്താദിന്റെ ശൈഖിനെ പോലെ, മുർഷിദന്മാരെ പോലെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഉസ്താദ് പിന്നെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച മശായിഖന്മാരെ പോലെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ ഒക്കെ, അവർക്കൊക്കെ മരണം അങ്ങനെയായിരുന്നു. മരണം എന്ന് പറയുന്നത് ജിസ്റുൻ തൂസിലുൽ ഹബീബ ഇലൽ ഹബീബ്, അല്ലാഹുവിനൊന്ന് കണ്ടുമുട്ടാനുള്ള കൊതിയുടെ വല്ലാത്ത ഒരു പാരമ്യത്തിന്റെ തുടക്കമാണ് മരണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും മശായിഖന്മാരോട്, അല്ലാഹുവിന്റെ ഔലിയാക്കളോട് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി ബന്ധപ്പെട്ട്, നേരത്തെ ഇബ്നു ഉസ്താദ് സൂചിപ്പിച്ചത് വളരെ കൗതുകത്തോടുള്ള ഒരു സംഗതിയാണ്. എന്നെ നിങ്ങള് ബൈഅത്ത് ചെയ്യുമ്പോ യദുല്ലാഹി ഫൗക ഐദീഹിം, ഒരു ശൈഖുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോ, ആ ശൈഖിന്റെ പേരിൽ നിങ്ങൾ ഫാത്തിഹ ഓതുമ്പോ, അവിടുത്തെ മദദ് നമുക്കുണ്ടാകുമ്പോ സത്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദദ നമുക്കുണ്ടാകുന്നത് യദുല്ലാഹി ഫൗക ഐദീഹിം. അള്ളാഹുവിന്റെ പാശത്തെയാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്നത്, തിരുദൂതരുടെ പാശത്തെയാണ് നിങ്ങൾ മുറുകെ പിടിച്ചത്. തിരുദൂതരാണ് നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, തിരുദൂതരാണ് നിങ്ങളെ തർബിയത്ത് ചെയ്യുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ബറക്കത്തിന് കുറച്ച് പറഞ്ഞതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ നമുക്ക് പറഞ്ഞ ഇൽമിനനുസരിച്ച്, പഠിച്ച ഇൽമിനനുസരിച്ച് ജീവിതത്തിൽ അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും മഹാന്മാരായ മശായിഖന്മാരുടെ കാവലും ഹിഫ്ളും ഹിമായത്തും തിരുനോട്ടവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.